കോമഡിയും മിമിക്സും പിന്നെ ഞാനും അല്ലേ? അതെ. എന്താണ് അതിന്റെ ഓർമ്മ? അങ്ങനെ അതിലാണോ തുടക്കം? സത്യം പറഞ്ഞാൽ ചേട്ടാ, ആ സമയത്ത് എൻ്റെ ഞാൻ 9ാം ക്ലാസ് വരെ ഒരു CBSE സ്കൂളിലാണ് പഠിച്ചത്. 10ാം ക്ലാസ്സിൽ ഈ യൂത്ത് ഫെസ്റ്റിവലിന് പോകണം എന്നുള്ള അതിയായ ആഗ്രഹത്തോടു കൂടിയാണ് സ്കൂൾ മാറി ഞാൻ മത്സരിക്കുന്നത്. എന്നിട്ട് ഈ പഠിക്കുന്ന ആ സമയത്ത് ഇതുപോലത്തെ ഈ ഡാൻസും പരിപാടികളും എല്ലാം ഉണ്ട്. അപ്പൊ അന്നാണ് ഈ മോണോ ആക്ട് ചെയ്യുന്നത് ആ സമയത്ത്. അല്ലാതെ വീട്ടിലുള്ള മോണോ ആക്ട് അന്ന് ആ സമയത്ത് നമ്മുടെ ഈ എന്താ പറയുക, NGOയുടെ ഒരു പ്രശ്നം നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പം അങ്ങനെ പല കഥാപാത്രങ്ങൾ, അതായത് ഒരു സ്കൂൾ മാഷ്, ഒരു ടീച്ചർ, ഒരു ഡാൻസുകാരൻ, അങ്ങനെ ഓരോ കഥാപാത്രങ്ങളായിട്ട് വരും. നമ്മുടെ കൊച്ചിലെ അവതരിപ്പിച്ച പല കാര്യങ്ങളും നമ്മളിപ്പോൾ 55 വയസ്സിൽ 65 75 85 ആയാലും നമുക്ക് പെട്ടെന്ന് ഓർമ്മ നിൽക്കും. അപ്പം അതൊന്ന് അത് ഇങ്ങനെ ചെയ്യാൻ ഒരുപാട് ബുദ്ധിമുട്ട് എനിക്ക് പറഞ്ഞു വന്നപ്പോഴും മനസ്സിലായി. അതിന്റെ ചില ക്യാരക്ടേഴ്സിന്റെ ഇത് പറയാം. അപ്പൊ നമ്മൾ പെട്ടെന്ന് മുത്തശ്ശിയായിട്ടിരിക്കുമ്പോ എല്ലാടാ കളയെന്ന് പറയുമ്പോ ഈശ്വരന്മാരെ അയ്യടാ അങ്ങനെ പറഞ്ഞ ഒരാൾ വരുമ്പോഴത്തേക്കും വളരെ സങ്കടപ്പെട്ടിരിക്കുന്ന ഒരു, കാരണം ജോലിക്ക് പോകാൻ പറ്റാതെ പൈസ കിട്ടാതെ ഇരിക്കുന്ന ഒരു അധ്യാപകൻ, അങ്ങനെയൊക്കെയുള്ള പല പല കഥാപാത്രങ്ങളായിരുന്നു. അപ്പം അന്ന് ജഡ്ജ് ചെയ്തിരുന്ന ഒരു ജഡ്ജ് എൻ്റെ അടുത്ത് പറഞ്ഞത്, നിങ്ങളുടെ പ്രസന്റേഷനേക്കാളും അത്രയും ക്യാരക്ടേഴ്സ് ഒരാളിൽ നിന്ന് ഈ വോയിസ് മോഡുലേഷനാണ് ഞങ്ങൾ കൂടുതലും ശ്രദ്ധിച്ചതെന്ന് പറഞ്ഞു. കാരണം പെട്ടെന്ന് നിന്ന് വർത്തമാനം പറയുന്നതിലും ഓരോ വോയിസുകൾ ഇങ്ങനെ എടുത്തിട്ട് അപ്പൊ എൻ്റെ അടുത്ത് ചോദിച്ചു, മിമിക്രിക്ക് നല്ല സാധ്യതയുണ്ട് അന്നേ പറഞ്ഞു. പക്ഷെ അത് കഴിഞ്ഞപ്പോഴത്തേക്ക് അങ്ങ് വിട്ടു. അതെല്ലാം കഴിഞ്ഞ് കുറച്ച് വർഷങ്ങൾക്ക് ശേഷമാണ് KS പ്രസാദ് ഒരു പ്രോഗ്രാമിന് വിളിക്കുകയാണ്. ഇങ്ങനെ ഞങ്ങൾ ഒരു ദുബായ് ഷോ പോകുന്നുണ്ട്, മാർജിൻ ഫ്രീ കോമഡി ഷോ എന്നാണ് അതിൻ്റെ പേര്. അതിൽ ഡാൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ദേവിയെ അപ്രോച്ച് ചെയ്തതെന്ന് പറഞ്ഞു. ശരി, അപ്പോൾ പഴയ ഇവർ പോയിട്ടുള്ള CDs ഒക്കെ എന്നെ കാണിച്ചു. അപ്പോൾ അതിൽ നോക്കുമ്പോൾ നമ്മൾ ഭരതനാട്യം, കുച്ചിപ്പുടി, കഥകളി അങ്ങനെയുള്ള ക്ലാസിക്കൽ കലകളാണ് കൂടുതലും ചെയ്തിട്ടുണ്ടാവുക. പക്ഷെ ഇതിൽ കാണുമ്പോഴത്തേക്കും മറ്റേ ഭയങ്കരമായിട്ട് വെസ്റ്റേൺ ആയിട്ടുള്ള പാട്ടുകളൊക്കെ. അപ്പം ഞാൻ പറഞ്ഞു, ചേട്ടാ ഇത് എനിക്ക് പറ്റുമെന്ന്. അതൊന്നും കുഴപ്പമില്ല, അത് നമ്മുടെ മാസ്റ്റേഴ്സ് ഉണ്ട്, അതെല്ലാം ട്രെയിൻ ചെയ്തെടുക്കും. അങ്ങനെ ഞങ്ങൾ പ്രാക്ടീസ് ഒക്കെ തുടങ്ങി. അവിടെ വെച്ചാണ് ഞാൻ കിഷോറിനെ പരിചയപ്പെടുന്നതും ഒക്കെ. അവിടെ വെച്ച് എൻ്റെ അടുത്ത് ചോദിച്ചു ഏതൊക്കെ ഇവൻസിന്, ഇപ്പോൾ ചേട്ടൻ ചോദിച്ച പോലെ ഏതൊക്കെ ഐറ്റങ്ങൾ ചെയ്യുമായിരുന്നു. അപ്പോൾ നമ്മുടെ ഭരതനാട്യം, മോഹിനിയാട്ടം, കുച്ചിപ്പുടി, കഥകളി, ചാക്യാർകൂത്ത്, മോണോ ആക്ട് എന്ന് പറഞ്ഞപ്പോൾ ചാടി പിടിച്ചു. മോണോ ആക്ട് ചെയ്യുമായിരുന്നു. ഞാൻ പറഞ്ഞു ചെയ്യുമായിരുന്നു. നമുക്ക് ഇതിൻ്റെ അകത്തൊരു സ്കിറ്റുണ്ട്, അത് ഓൾറെഡി റെക്കോർഡറാണ്, അതിന് ചുണ്ടനക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ഞാൻ അങ്ങനെ ചെയ്തിട്ടില്ല, കേൾപ്പിച്ച് നോക്കാം, നമുക്ക് പിന്നെ വീണടം വിഷ്ണു ലോകം കേട്ട് നോക്കാം, നമുക്ക് ചെയ്യാമെന്ന് പറഞ്ഞു. അങ്ങനെ ആദ്യമായിട്ടാണ് സ്റ്റേജിൽ ഒരു സ്കിറ്റ്, ചുണ്ടനക്കലായിരുന്നു, അത് വേറെ ആരോ നല്ല ആരോ ആണ് ഡബ് ചെയ്തത്, ഞാനല്ല ചെയ്തത്. അങ്ങനെ മണിച്ചിത്രത്താഴിൻ്റെ സ്പൂഫായിരുന്നു, പാർട്ടി ചിത്രത്താഴ് എന്ന് പറഞ്ഞ് ഈ പൊളിറ്റീഷ്യൻസ് എല്ലാം കൂടെ നിൽക്കുന്നത്. അതിൽ പത്മജ എന്ന് പറഞ്ഞ ക്യാരക്ടറാണ് ഞാൻ ചെയ്തത്. അത് ഞാൻ ചെയ്തു. അതെല്ലാം കഴിഞ്ഞപ്പോഴത്തേക്കും ചേട്ടൻ പറഞ്ഞു, കൊള്ളാം നിൻ്റെ ഈ വോയിസ് മോഡുലേഷൻ അതെല്ലാം വെറുതെ നമ്മളിങ്ങനെ ചുമ്മാ പറയുമ്പം രസമുണ്ട്, നമുക്ക് നാട്ടിൽ വന്നിട്ടൊരു ഷോ ചെയ്യണം. നമ്മൾ കോമഡി മിമിക്സ് എന്ന് പറഞ്ഞൊരു പ്രോഗ്രാം നമ്മൾ ചെയ്യുന്നുണ്ട്. അപ്പം അതിൻ്റെ അകത്ത് ഒരു മിസ്റ്റർ ആൻഡ് മിസ്സസ് പണിക്കർ എന്ന് പറഞ്ഞിട്ടൊരു 2 ഹസ്ബൻഡും വൈഫും. ഹസ്ബൻഡ് ഭയങ്കര സാധാരണക്കാരനും വൈഫ് ഭയങ്കര പൊങ്ങച്ചക്കാരിയായിട്ട്. അപ്പം നമ്മൾ ഈ പൊങ്ങച്ചം, അന്ന് ഞാനൊരു ചെറിയ ഓണത്തിൻ്റെ ഒരു സാധനം പ്രസാദനെ പറഞ്ഞ് കേൾപ്പിച്ചിരുന്നു. ഇപ്പോഴത്തെ ജനറേഷൻ ഓണത്തിന് എങ്ങനെയാണ് കൺസീവ് ചെയ്യുന്നതെന്ന് പറഞ്ഞത് ഞാൻ ഒരുപാട് ഇൻ്റർവ്യൂസിലൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഇപ്പോഴത്തെ പുതിയ ആൾക്കാർ എങ്ങനെയായിരിക്കും എന്നുള്ളത് ഇങ്ങനെയായിരിക്കും പറയുന്നത്. മുത്തശ്ശ, വൺസ് അപ്പോൺ എ ടൈം there was a very nice king called Mavli. Mavli. Mavliക്ക് ഇങ്ങനെ ഭയങ്കര ആ ടൈമിൽ കള്ളമില്ല, ലൈസ് ഇല്ല, ചീറ്റിംഗ് ഇല്ല, everyone was very happy. അപ്പൊ എന്താ ചെയ്ത് വെച്ചാൽ ഈ ബാക്കിയുള്ള ഈ അസുരൻസിനെല്ലാം ഭയങ്കരമായിട്ട് ജെലസായി. You know what they did? They just go to Vamnan. Vamnന് കൊട്ടേഷൻ കൊടുത്തു. Vamnന് എന്താ ചെയ്ത് വെച്ചാൽ മഹാബലിയെ ഡൗൺലോഡ് ചെയ്ത് പാസ്വേഡ് വെച്ചു. അങ്ങനെ വൺസ് ഇൻ എ ഇയർ നമ്മളെ വന്ന് കാണും. ദാറ്റ് ഇസ് വാട്ട് ഇസ് ഓണം. അപ്പൊ അങ്ങനെ തമാശക്ക് ഇങ്ങനെ പറഞ്ഞു കേൾപ്പിച്ചു. പുതിയ ആൾക്കാർ ഇഷ്ടപ്പെട്ടു. കാരണം കൊട്ടേഷൻ കൊടുത്ത് വാമനെ ഡൗൺലോഡ് ചെയ്ത് വെച്ച് പാസ്വേഡ് പൂട്ടിയത്. അപ്പൊ അങ്ങനെ അത് പറഞ്ഞപ്പോഴത്തേക്ക് പറഞ്ഞു ഇങ്ങനത്തെ ഒരു ക്യാരക്ടർ മിസ്സസ് പണിക്കർ, കമലാക്ഷി എന്നാണ് അതിന്റെ പേര്. അപ്പൊ കമലാക്ഷി എന്ന് പറയാൻ നാണക്കേടായിട്ട് കമലു എന്നേ പറയത്തുള്ളൂ ഈ ക്യാരക്ടർ. അപ്പൊ അങ്ങനെ ഒരു ക്യാരക്ടർ നമുക്ക് ചെയ്തു തുടങ്ങാമെന്ന് ഞാൻ പറഞ്ഞു ചെയ്യാം. അത് ജസ്റ്റ് ഒരു 2 minutes 3 minutesന്റെ ചെറിയ ക്യാപ്സൂളായിരുന്നു. പക്ഷെ അത് തുടങ്ങി ഒരു 13 വർഷം ആ പ്രോഗ്രാം കണ്ടിന്യൂ ചെയ്തു. ഇപ്പോഴും പല ആൾക്കാരും കാണുമ്പോഴത്തേക്ക് മിസ്സസ് പണിക്കരല്ലേ ഈസി ട്രൂ എന്നൊക്കെ ചോദിക്കുന്ന ആൾക്കാരുണ്ട്. അതായിരുന്നു ഒരു ടേണിംഗ് പോയിന്റ് കോമഡിയിലേക്ക്. നല്ല തുടക്കം. എക്സലന്റ്. താങ്ക് യു. തമാശ ഒരുപാട് ദേവി കൈകാര്യം ചെയ്യുന്നുണ്ട്, തമാശ കഥാപാത്രങ്ങൾ. പക്ഷെ വന്നു ചേരുന്നതൊക്കെ നെഗറ്റീവാണ്. അതെന്താണ്? അതെനിക്ക് ഇതുവരെ, ഞാനിപ്പോൾ അതിനൊരു CBI അന്വേഷണം വേണം. കാരണം ഇല്ല, ഇപ്പം വളരെ അടുത്തറിയാവുന്ന ആൾക്കാർക്കറിയാം, നമ്മൾ ഹ്യൂമർ എന്ന് പറയുന്നത് നമ്മൾ മാത്രം വിചാരിച്ചാൽ ശരിയാവുന്നൊരു
കാര്യമല്ല. അതിൻ്റെ സിറ്റുവേഷൻസ് കറക്റ്റ് ആവണം. കൂടെ നിൽക്കുന്ന ആർട്ടിസ്റ്റുകളുടെ ഒരു ഭയങ്കരമായൊരു സ്വാധീനം കൊണ്ട് ഒരു ഹ്യൂമർ സിറ്റുവേഷൻ വിജയിപ്പിക്കാൻ പറ്റുള്ളൂ. പക്ഷെ എനിക്ക് തോന്നുന്നു നെഗറ്റീവ് എനിക്ക് പേഴ്സണലി തോന്നിയിട്ടുള്ളതാണ്, ഒരു ടൈപ്പ് നമ്മൾ ചെയ്ത് ഹിറ്റ് ആയി കഴിഞ്ഞാൽ പിന്നെ നമ്മളെ തേടി വരുന്ന എല്ലാം അങ്ങനെ വരും. ഇപ്പോൾ ഒരു കോമഡി ഷെയ്ഡുള്ളൊരു കഥാപാത്രം ചെയ്തു തുടങ്ങിയാൽ പിന്നെ ആ വല നിരന്ന് വരുന്ന എല്ലാം കോമഡിക്കായിരിക്കും. നെഗറ്റീവ് ഒരെണ്ണം ചെയ്ത് കഴിഞ്ഞാൽ അങ്ങനെ ഒരു ചേഞ്ചിനായിരുന്നു നെഗറ്റീവ് ചെയ്ത് തുടങ്ങിയത്. പക്ഷെ അപ്പം എനിക്ക് സംശയമായിരുന്നു ഞാൻ ചെയ്താൽ നെഗറ്റീവ് വരുമോ, കാരണം നമ്മൾ വളരെ സാത്വികമായിട്ടുള്ള ഒരു തമാശ അങ്ങനെയൊക്കെ ആയിട്ട് നമ്മളെ എങ്ങനെ അത് ആൾക്കാർ എടുക്കും അക്സെപ്റ്റ് ചെയ്യുമെന്നൊരു സംശയം ഉണ്ടായിരുന്നു. പക്ഷെ ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്ക് ആൾക്കാർ പറഞ്ഞു കുഴപ്പമില്ല കേട്ടോ ദേവി, അതൊരു 2 അടി തരണമെന്നൊക്കെ ആൾക്കാർ പറഞ്ഞേ. അപ്പോൾ കുഴപ്പമില്ല കേൾക്കുന്നു. ചില അമ്മമാരൊക്കെ ഞങ്ങൾ വൈക്കത്ത് അമ്പലത്തിൽ അഷ്ടമിക്ക് പോയി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. അപ്പം അന്ന് യാദൃശ്ചികമായിട്ട് കിഷോറിൻ്റെ അച്ഛൻ്റെ വീട് അവിടെയാണ്. അപ്പം ഞങ്ങൾ പോയി പ്രാർത്ഥിച്ചെല്ലാം കഴിഞ്ഞപ്പോൾ ഒരു മുത്തശ്ശി എന്നെ ഇങ്ങനെ നോക്കുന്നുണ്ട്. അപ്പം നമ്മൾ സ്വാഭാവികമായിട്ട് മുത്തശ്ശിമാരൊക്കെ ആണല്ലോ നമ്മുടെ സീരിയലിൻ്റെ വളരെ ഫാൻസ് ആയിട്ടുള്ള ആൾക്കാർ. അപ്പം മുത്തശ്ശി കണ്ടപ്പോഴത്തേക്ക് ഞാൻ ഇങ്ങനെ തൊഴുതപ്പോൾ ഇങ്ങനെ നോക്കിയപ്പോൾ ഞാൻ എനിക്ക് മനസ്സിലായി, മുത്തശ്ശിക്ക് എന്നെ മനസ്സിലായി എന്നുള്ളത് ഞാൻ ഒന്ന് പിന്നെ ഇങ്ങനെ നോക്കി. അപ്പം ഞാൻ ഇങ്ങനെ കണ്ണോർ നോക്കിയപ്പോൾ പിന്നെയും മുത്തശ്ശി എന്നെ നോക്കുക. അപ്പം ഞാൻ 2 പ്രാവശ്യം പിന്നെ ഒന്നും കൂടെ ശരി ഹലോ എന്നിങ്ങനെ ഞാനിങ്ങനെ തൊഴുതു. പിന്നെ പ്രദക്ഷിണം വെച്ച് തിരിച്ചു വന്നപ്പോഴത്തേക്ക് ഓടി വന്ന് കിഷോറിനെ വിളിക്കും. അതെ, ഈ പെണ്ണിന്റെ കൂടെ നടന്ന സൂക്ഷിച്ചോ, കാണുന്ന പോലെ ഒന്നുമില്ല, ഭയങ്കര സാധനമാ. ഞാൻ പറഞ്ഞു അയ്യോ എന്താ അങ്ങനെ പറഞ്ഞത്. അല്ലല്ല വിളച്ചിലിച്ചിരി കൂടുതലാ, ഞങ്ങൾ ടി വിയിലൊക്കെ കാണുന്നുണ്ട്, അത്രയൊന്നും വേണ്ട കേട്ടോ, ഇച്ചിരി ഒരു ചെറിയൊരു മര്യാദയൊക്കെ ആവാം. ഞാൻ പറഞ്ഞു അമ്മ അത് കഥാപാത്രത്തിന്റെ അല്ലേ, നമ്മൾ അങ്ങനെയല്ല. എന്ന് പറഞ്ഞ് ഇങ്ങനെയുണ്ടോ കഥാപാത്രമൊക്കെ? ഓക്കെ ശരി, എന്ന് പറഞ്ഞ് ഇങ്ങനെയുണ്ടോ? ആ കൊച്ചിനെയൊക്കെ ഉപദ്രവിക്കുക എന്ന് പറഞ്ഞാൽ അതൊന്നും ശരിയായ നടപടിയില്ല. ഈ ഭർത്താവല്ലേ സൂക്ഷിച്ചോട്ടോ, കാണുന്ന പോലെ ഒന്നും അല്ല എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര ദേഷ്യപ്പെട്ടിട്ടൊക്കെ പോയി. ഞാൻ പറഞ്ഞു ദൈവമേ വൈക്കത്തപ്പ അങ്ങനെ ബുദ്ധിമുട്ട് വരുത്തരുത്, കഥാപാത്രമാണ് ശരിയാണ്. പക്ഷെ പലപ്പോഴും അങ്ങനെ നമ്മളെ കാണുന്നവര് ഇപ്പോഴും കേട്ടോ, ഇപ്പോഴും ചില ഉദ്ഘാടനത്തിനൊക്കെ വിളിക്കുമ്പോഴത്തേക്കും എൻ്റെ തന്നെ ഫ്രണ്ട്സ് പറഞ്ഞിട്ടുണ്ട് വീട്ടിൽ സമ്മതിക്കുന്നില്ലല്ലോ പറഞ്ഞാൽ, അല്ലാതെ നല്ല ഐശ്വര്യമുള്ള ആരെങ്കിലും വിളിച്ച് ചെയ്യിപ്പിക്കണേ, കുച്ചുമ്പും കുരുട്ടുമൊക്കെ ഉള്ള ആൾക്കാരെ വിളിച്ച് ചെയ്യിപ്പിക്കരുത്. അങ്ങനെയൊക്കെ ഒരുപാട്. കഥകളി പഠിച്ചിട്ടുണ്ടോ? കഥകളി പഠിച്ചിട്ടുണ്ട്. ഉണ്ട്. ആ ഒരു നവരസം മറ്റേ ജഗദീഷ് കുമാർ ചെയ്ത് എന്നാലും എത്ര ഭാവങ്ങളാണ്? 9 എണ്ണം അല്ലേ? നവരസം ഉണ്ട്, 9 എണ്ണം ഉണ്ട്. 9 എണ്ണം ഉണ്ട്. അതിൽ ആദ്യത്തെ ഏതാണ്? ശൃംഗാരം. അനുവേ ഇവിടെ ഒന്ന് ശൃംഗരിക്കണേ. ഞങ്ങള് അനുവേട്ടനൊക്കെ ആയിട്ട് ഞങ്ങള് ഷോയ്ക്ക് പോയിട്ടുണ്ട്, ശൃംഗരിക്കാൻ പറ്റിയിട്ടില്ല. ഇന്നവൻ ഇടി ഉറപ്പാ. അനുവേ നിനക്കറിയാവുന്ന കേട്ടോ. ഓക്കെ, അപ്പൊ അടുത്ത ഏതാണ്? ഹാസ്യം. So next, കരുണം. രൗദ്രം. സൂപ്പർ. അടുത്തത് വീരം. ഭയാനകം. സബാഷ്. അടുത്ത് ബീഭത്സം. അത്ഭുതം.
ആ, 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 ആ. അടുത്തത് ശാന്തം. അത് ശാന്തം. രസമല്ല, പലത് അതിന് ഇപ്പോഴും തർക്കങ്ങൾ നടക്കുന്ന ഒരു മേഖലയാണ് അത്. ഒന്നുമില്ലാത്ത, അല്ലെങ്കിൽ എല്ലാത്തിനെയും, ചിലർ പറയുന്നു ഒരു രസവും ഇല്ലാത്തതാണ് ശാന്തം, പക്ഷെ എല്ലാം ഉൾക്കൊള്ളുന്നതാണ് ശാന്തം. വളരെ സോബറായിട്ട്, വളരെ സൈലന്റ് ആയിട്ട്, വളരെ കാം ആയിട്ടുള്ള ഒരു രസമാണ്, അവസ്ഥയാണത്. ഓക്കെ. രാധേ ആ, 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 ആ. സാബാഷ്, സാബാഷ്, സാബാഷ്. ഇതിനിടയിൽ ഒരു കുസൃതി ചോദ്യം. കിഷോറിനെ കാണുമ്പം ഏത് ഭാവമാണ്? തുടക്കത്തിലൊക്കെ ശൃംഗാരമായിരുന്നു, പിന്നെ ഇടയ്ക്കൊക്കെ രൗദ്രമാവും. ഇടയ്ക്കാണോ സ്ഥിരമായിട്ടാണോ? ഇടയ്ക്കേ ഉള്ളൂ. സ്ഥിരമായിട്ടാണ് ഞങ്ങൾ എപ്പോഴും അടിച്ചു വീഴേണ്ട സമയങ്ങൾ. 17 വർഷമൊന്നും അപ്പം ആദ്യം ശൃംഗാരം, അത് ഉറപ്പല്ലേ? ആദ്യം ശൃംഗാരം, ഇടയ്ക്ക് രൗദ്രം, ഇത് രണ്ടും ഉള്ളൂ. പിന്നെ ഹാസ്യം പിന്നെ ഇതിൻ്റെ അകത്ത് ഉള്ളതാണ്. അതായത് ഞങ്ങള് 17 വർഷം തികയുന്ന ആനിവേഴ്സറിക്ക് ഒരു പോസ്റ്റ് ഇട്ടു. 17 വർഷത്തെ നീണ്ട ദാമ്പത്യ ജീവിതം അടിച്ചും പിടിച്ചും ഒക്കെ കഴിഞ്ഞു, അവസാനിച്ചു, ദൈവത്തിന് നന്ദി, ഇനിയും അങ്ങനെ ഒരുപാട് വർഷങ്ങൾ. സ്വാഭാവികമായിട്ട് നമ്മൾ ഇടുന്ന ഒരു പോസ്റ്റാണ്. എൻ്റെ ഒരു സുഹൃത്ത് വിളിച്ചു, 17 വർഷമായി അല്ലടാ. ഞാൻ പറഞ്ഞ 17 വർഷമായി. പിന്നെ വേറൊരു കാര്യമുണ്ട്, ഇപ്പൊ കല്യാണം കഴിഞ്ഞിട്ടാണെങ്കിൽ നീ നിന്റെ ഡാൻസ് പ്രോഗ്രാം ഒക്കെ ആയിട്ട് പോകും. ഞാൻ അതെ പോകും. കിഷോർ അവന്റെ പാട്ടും അവനെ കുറച്ച് സ്റ്റുഡിയോയും കമ്പോസിംഗ് ഒക്കെ അവന്റെ വഴിക്ക് പോകും. ഇത് ഒരുമിച്ച് വളരെ കുറച്ചേ ഉണ്ടാവാറുള്ളൂ. ഞാൻ പറഞ്ഞ അതെ, വല്ലപ്പോഴും ഒക്കെ നമ്മൾ വീട്ടിലുള്ള ഓഫ് സീസൺ ഒക്കെ സമയത്ത് വെറുതെ അല്ല 17 നിന്റെ 17 ദിവസം പോലും തികക്കത്തില്ലെന്ന്. അതായത് ഒരാൾക്ക് ഉറക്കം വരണമെന്നുണ്ടെങ്കിൽ ഇങ്ങനൊരു സംഭവം സ്വയം പറഞ്ഞ് ദേവിയുടെ ഒരു എന്താണ് കെടുത്തിയാൽ ഒരു സുഖം. അത് നമ്മളെ വളരെ അടുത്ത് അറിയാവുന്നതായതുകൊണ്ട് നമ്മൾ തമാശയായിട്ടുള്ളൂ. പുറത്തുനിന്നാണെങ്കിലും പറഞ്ഞാൽ ചിലപ്പോൾ എനിക്കൊന്ന് ഫീൽ ചെയ്തേ, ഞാൻ അത്ര കുഴപ്പക്കാരി.